ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയതിനു ശേഷം ഈ അരിയാഹാരം മൊത്തത്തിൽ നമ്മളൊന്ന് കുറച്ചായിരുന്നേ. മുമ്പ് അപ്പം, ഇഡ്ഡലി, ഇടിയപ്പം, ദോശ, പുട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ മൊത്തത്തിലൊന്ന് ചേഞ്ച് ആക്കിയിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചു തുടങ്ങി. അതായത് മുട്ട അവിച്ചത് അല്ലെങ്കിൽ ചിക്കൻ മാത്രം അങ്ങനെയൊക്കെ. ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂഡിൽസ് ആട്ടോ. ഈ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നത് മുത്താണ്. മുത്ത് എണീറ്റ് വരുന്നതിന് മുൻപ് ന്യൂഡിൽസ് വേവിച്ച് ഞാൻ വെക്കും. ബാക്കി പണികളെല്ലാം മുത്ത ചെയ്യാറ്. എനിക്ക് പൊതുവെ മാഗി, ഇപ്പി ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ അത് ഹെൽത്തി അല്ല എന്നും പറഞ്ഞ് മുത്തന്നെ മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്തു. നമ്മളിപ്പോൾ മാളിലോ എവിടെയെങ്കിലും പോകുമ്പോൾ അത് വാങ്ങാൻ എന്നെ സമ്മതിക്കത്തേയില്ല. പകരം നിനക്ക് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ടൊരു നൂഡിൽസ്, പ്ലെയിൻ നൂഡിൽസ് ഉണ്ടല്ലോ, മസാലയൊന്നും ചേർക്കാതെ അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ ആവശ്യത്തിന് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കി തരും. അപ്പൊ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കുട്ടി നൂഡിൽസിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ വെള്ളം നല്ല തിളപ്പിക്കാൻ വെക്കുക. അതിൽ ആവശ്യത്തിന് ഉപ്പ്, ഒരു ലേശം എണ്ണയും കൂടി ഒന്ന് വീത്തി കൊടുക്കുക. എണ്ണ വീത്തണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂഡിൽസ് തമ്മിൽ പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള നൂഡിൽസ് വിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട, 5 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ നല്ല രീതിയിൽ ഒന്ന് വെന്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഒന്ന് അരിച്ച് വെക്കുക. ഈ അരിപ്പിലാട്ടോ ഞങ്ങൾ അരിച്ച് വെക്കാറ്. ആദ്യം ചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണ വീത്തുക. അത് ചൂടായതിനു ശേഷം നമ്മൾ ആദ്യം മുട്ട പൊരിക്കുകയാണ് ചെയ്യാറ്. 3 മുട്ട. അതിന്റെ പുറത്ത് ലേശം കുരുമുളക് പൊടിയും ഉപ്പും ജസ്റ്റ് ഒന്ന് വിതറിയതിനു ശേഷം നല്ല രീതിയിൽ ഒന്ന് ചിക്കി എടുക്കണം. ചിക്കി എടുത്തതിന് ശേഷം ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ നൂഡിൽസ് അങ്ങനെ അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കുക. ഇതോടെ തീർന്നില്ല, ഇനി കുറച്ച് അലക്കുലുക്ക് പണികളൂടി ബാക്കിയുണ്ട്. ഇനി ഒരു കുട്ടി പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് എണ്ണ വീത്തി ചൂടാക്കി 2 തക്കാളി 4ആയിട്ട് കട്ട് ചെയ്ത് ആ എണ്ണയിലോട്ട് അങ്ങോട്ട് ഇടുക. ഒരു സവാളയുടെ ഹാഫ് എടുത്ത് അതൊന്ന് കുനുകുന അരിഞ്ഞു വെക്കുക. ഇനി ഒരു 3-4 ഈര് വെളുത്തുള്ളി ഉണ്ടല്ലോ, അതെടുത്ത് തക്കാളി ഇട്ടേക്കുന്നതിന്റെ കൂട്ടത്തിലൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ, ആ തക്കാളിയുടെ തൊലി ഒന്ന് ഇങ്ങനെ പറിച്ചെടുക്കുക. ശേഷം ആ വെളുത്തുള്ളിയും തക്കാളിയും കൂടി നല്ല രീതിയിൽ ഒന്ന് ഉടച്ച് പരുവാക്കി എടുത്തതിന് ശേഷം നമുക്ക് മസാലക്കൂട്ടുകൾ ചേർക്കാം. കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര ഇവയെല്ലാം ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കുക. അതിനുശേഷം ലേശം വെള്ളം എടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് തിളയ്ക്കാൻ വിട്ടതിന് ശേഷം ഇനിയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് സോയാ സോസ്. ആവശ്യത്തിനുള്ള സോയാ സോസും കൂടിയൊക്കെ ഒന്ന് വീട്ടിയതിനു ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിടുക. ഇനി നമ്മൾ നേരത്തെ കുനുകുനാന്ന് അരിഞ്ഞു വെച്ച സവാളയില്ലേ, അതെടുത്ത് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കണം. ഇതിനുശേഷം നല്ല രീതിയിൽ ഇളക്കിയിട്ട് ഈ ഒരു സോസ് എടുത്ത് നമ്മുടെ നൂഡിൽസിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആണ്, ഭയങ്കര ടേസ്റ്റിയാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. അതിനുശേഷം ഫുഡ് സെർവ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആണ്. ഇനി അങ്ങോട്ട് കഴിക്കുക. അത്രേ ഉള്ളൂ. നമുക്ക് ഓഫീസിലൊക്കെ പോണതിന് മുന്നേ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്യണമെന്നുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബൈ.